നമസ്കാരം. മൂവാറ്റുപുഴ LDF സ്ഥാനാർത്ഥി N അരുണിൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കൊഴൽനാടൻ MLA. സോഷ്യൽ ഓഡിറ്റിനു മാത്രമല്ല പൊളിറ്റിക്കൽ ഫിനാൻഷ്യൽ ഓഡിറ്റിനും തയ്യാറാണെന്ന് മാത്യു കൊഴൽനാടൻ പറഞ്ഞു. നേരത്തെ മലനാട് വാർത്തയുടെ അഭിമുഖത്തിലാണ് മാത്യു കൊഴൽനാടനെ സംവാദത്തിന് N അരുൺ വെല്ലുവിളിച്ചത്. മേള ഓഡിറ്റോറിയത്തിൽ നടന്ന UDFൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷനിലാണ് മാത്യു കൊഴൽനാടൻ സംവാദത്തിന് 100% തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചത്. സ്ഥലവും സമയവും N അരുണിന് നിശ്ചയിക്കാമെന്നും കൊഴൽനാടൻ പറഞ്ഞു. ഇരുവരും എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. ഞാൻ ചോദിക്കുകയാണ്, ഈ മാത്യു കൊഴൽനാടനോട് ചോദിക്കുകയാണ് വ്യക്തിപരമായി. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് തയ്യാറുണ്ടോ? ഞങ്ങൾ വന്നിരിക്കാം, ഞാനോ മുൻ MLA മാരോ മുൻ മുനിസിപ്പൽ ചെയർമാന്മാരോ ഞങ്ങൾ ആരും വേണ്ടി ചെന്നിരിക്കാം, ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം. ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകട്ടെ. എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് മൂവാറ്റുപുഴയിൽ സ്വന്തം ഒരു പദ്ധതി പറയാൻ 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. നടപ്പിലാക്കിയിട്ടുണ്ടോ? 100 കർമ്മ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം നടപ്പിലാക്കിയിട്ടുണ്ടോ? നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഓക്കെ, നടപ്പിലാക്കിയില്ല, സാഹചര്യങ്ങൾ നമ്മൾ വിടുന്നു. പദ്ധതി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടോ? മൂവാറ്റുപുഴ MLA മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടോ? ആ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തതിൻ്റെ രേഖ, ഏതെങ്കിലും 1-2 കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തതിൻ്റെ രേഖ കാണിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് ഏത് ഘട്ടത്തിലേക്കും എവിടെ വരാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് പ്രവർത്തകരും തയ്യാറാണ്. ഞാനെന്നല്ല, ഞങ്ങൾ ആരും തയ്യാറാണ്. നിയമസഭയിലെത്തി 5 വർഷം പ്രവർത്തിച്ചത്. എന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാണോ എന്ന് മറുപക്ഷം ചോദിച്ചാൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 100% എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ പറയുന്നു, സോഷ്യൽ ഓഡിറ്റിന് മാത്രമല്ല, സോഷ്യൽ ഓഡിറ്റ് ആവാം, പൊളിറ്റിക്കൽ ഓഡിറ്റ് ആകാം, ഫിനാൻഷ്യൽ ഓഡിറ്റ് ആകാം. ഈ 3 കാര്യത്തിലും മൂവാറ്റുപുഴയുടെ ജനപ്രതിനിധി വിചാരണ ചെയ്യപ്പെടുന്നതിനെ ഞാൻ സർവാത്മ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങറിയണം, അങ്ങ് മനസ്സിലാക്കണം, എന്നെ പ്രതി സോഷ്യൽ ഓഡിറ്റും, എന്നെ പ്രതി പൊളിറ്റിക്കൽ ഓഡിറ്റും, എന്നെ പ്രതി ഫിനാൻഷ്യൽ ഓഡിറ്റും അങ്ങയുടെ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ കഴിഞ്ഞ 2-3 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അങ്ങേക്ക് തൃപ്തി വന്നില്ല എങ്കിൽ അങ്ങാണ് ചോദിച്ചത് എന്നതുകൊണ്ട് അങ്ങ് തീരുമാനിക്കുന്ന സ്ഥലം, അങ്ങ് തീരുമാനിക്കുന്ന സമയം, അങ്ങ് തീരുമാനിക്കുന്ന വേദി ഞാൻ അവൈലബിൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇത് പറയുമ്പോ സ്വാഭാവികമായിട്ടും ലളിതമായി ചെറിയ രീതിയിൽ അങ്ങയോടും ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കും. അങ്ങ് ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓഡിറ്റിന് തയ്യാറാണ്? അങ്ങ് 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ആ 5 വർഷക്കാലത്തെ അങ്ങയുടെ പ്രവർത്തനം ഓഡിറ്റ് ചെയ്യപ്പെടുന്നതിൽ അങ്ങേക്ക് വിരോധമുണ്ടോ? ഞാൻ നിർബന്ധിക്കില്ല. അങ്ങ് തയ്യാറാണെങ്കിൽ മാത്രം എന്റെ 5 വർഷത്തെ പ്രവർത്തനവും അങ്ങയുടെ 5 വർഷത്തെ പ്രവർത്തനവും മൂവാറ്റുപുഴയിലെ ജനങ്ങൾ പരിശോധിക്കട്ടെ. ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കും, അങ്ങൊരു പൊളിറ്റിക്കൽ ഓഡിറ്റിന് തയ്യാറാണോ? നമ്മുടെ മുമ്പിൽ ഞാൻ MLA ആയി വരുന്നതിന് മുമ്പ് ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നില്ലേ? നമ്മളൊക്കെ ആത്യന്തികമായി രാഷ്ട്രീയ പ്രവർത്തകരാണ്, പൊതുപ്രവർത്തകരാണ്. MLA എന്ന സ്ഥാനം, MP എന്ന സ്ഥാനം ഇന്നോ നാളെയോ നഷ്ടപ്പെടാം, ഇല്ലാതാകാം, മാറാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മളൊരു പൊതുപ്രവർത്തകരാണ്. ഈ രാജ്യത്ത് വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സമൂഹത്തെയും സമുദായത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ, അവരെ അങ്ങേറ്റം സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി ഈ നാട്ടിൽ CAA എന്ന നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോ അങ്ങയുടെ പ്രതികരണം എത്രമാത്രം ഉച്ചത്തിലായിരുന്നു, എവിടെയായിരുന്നു എന്ന് ഓഡിറ്റ് ചെയ്യപ്പെടണ്ടേ? അന്ന് ഞാൻ MLA ആയിരുന്നില്ല. നമ്മുടെ പൊതുപ്രവർത്തനം, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾ ഓഡിറ്റ് ചെയ്യട്ടെ. MLA ആയതിനു ശേഷമുള്ള പ്രവർത്തനവും ജനങ്ങൾ ഓഡിറ്റ് ചെയ്യട്ടെ. അതുപോലെ അതിനുശേഷം ഉണ്ടായില്ലേ, നമ്മൾ മണിപ്പൂരിലെ മറ്റൊരു സമുദായത്തെയും സമൂഹത്തെയും ന്യൂനപക്ഷങ്ങളെ മണിപ്പൂരിൽ വേട്ടയാടിയപ്പോ അങ്ങയുടെ പൊളിറ്റിക്കൽ റെസ്പോൺസ് എന്തായിരുന്നുവെന്ന് മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് അറിയണ്ടേ? എങ്ങനെയാണ് പ്രതികരിച്ചത്? മൂവാറ്റുപുഴയുടെ MLA ആയിരുന്ന ഈ നാടിനെ ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ പ്രതികരണം പൊളിറ്റിക്കലി ഓഡിറ്റ് ചെയ്യപ്പെടണം, എനിക്ക് സംശയമില്ല. അതോടൊപ്പം തന്നെ അങ്ങയും അങ്ങയുടെ പ്രസ്ഥാനവും മണിപ്പൂരിലെ അനേകായിരം വരുന്ന ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെട്ടപ്പോ ഏത് നിലയിലാണ് പ്രതികരിച്ചത്, എത്ര ഉച്ചത്തിലാണ് പ്രതികരിച്ചത് എന്ന് അങ്ങ് പറയാൻ ബാധ്യസ്ഥനാകില്ലേ?